കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തെങ്കിൽ ഇപ്രകാരം പ്രത്യാശയോടെ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഈ പ്രഭാത ജാഗരണത്തിലേക്ക് ഏവരെയും ദൈവനാമത്തെങ്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്നത്തെ ചിന്താവിഷയം അവൻ്റെ ആത്മാവിനാൽ ഏകീകരിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതയാമത്തെങ്കിൽ ചിന്തിക്കാൻ പോകുന്നത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായ വേദശകലം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഒരുപോലെയുള്ള ഇരട്ട കുഞ്ഞുങ്ങൾ അവരുടെ സമാധാന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അവർ ജീവിച്ച് വളരുകയൊക്കെയും ചെയ്യുന്നത് നാം പരിശോധിക്കുമ്പോൾ അവരിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഒരേ ജീനിൽ അവർ ജനിച്ച് വളർന്നാലും ശരി, അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ ജീവിത ശൈലികളിലും 1000-ലേറെ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സഭയിൽ കൂടി വരുന്ന പലതരത്തിലുമുള്ളതായ ജനങ്ങൾ യേശുക്രിസ്തു എന്ന പ്രത്യാശ കേന്ദ്രത്തിൻ്റെ നാമത്തെങ്കിൽ നാം കൂടി വരുമ്പോൾ വൈവിധ്യങ്ങളാർന്ന സ്വഭാവ സവിശേഷതകളും സ്വഭാവ മൂല്യങ്ങളും ഒരുപക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിലും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെ സാക്ഷ്യപ്പെടുന്നു: നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അപ്പോൾ യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ നാം ഭാഗമായി തീരുന്നു. സഭ അവൻ്റെ ആത്മാവ്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിലും ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം അവിടെ സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസികളായ നമ്മെ ബന്ധിപ്പിക്കുവാൻ അനിവാര്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ആത്മാവിലൂടെ നാം നമ്മുടെ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് യേശുവിൻ്റെ നാമത്തിന് ബഹുമാനം കൊണ്ടുവരുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമ്മെ സഹായിക്കുന്നു. എഫേസ്യ പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മയൊക്കെയും ഏകീകരിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനും നമ്മോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും ഉള്ളതായ ഒരു പ്രത്യാശയുടെ അനുഭവമാണ് ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഇവർക്കും നൽകപ്പെടുന്നത്. നാം എപ്രകാരം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു, അതുപോലെ മറ്റുള്ളവരെയും ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും അവരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ദിവസത്തെ പ്രഭാത ജാഗരണത്തിൽ നമ്മെ നയിക്കുന്നത്. ആ ഒരു പ്രത്യാശയുടെ അനുഭവം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനായി നിൽക്കുവാൻ, അനേകരെ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ചേർത്ത് നിർത്തുവാൻ ഈ പ്രഭാതത്തിലെ ദൈവം തൻ്റെ കൃപയുടെ കടാക്ഷം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എളിയ വാക്കിൽ നിന്ന് വിരമിച്ചു കൊള്ളുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവനായ നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഏകീകരിക്കപ്പെട്ടു എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. നാനാ വൈഭവങ്ങളും നാനാ സ്വഭാവവുമുള്ളവരായ ഞങ്ങൾ
യേശുക്രിസ്തു എന്ന ഏക ശരീരത്തിനാൽ ഞങ്ങളെ വിളിക്കപ്പെട്ടു. ആ ഒരു പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസ്തനായി അങ്ങയുടെ സന്നിധിയിൽ നിലനിൽക്കുന്നതിനൊപ്പം അനേകരെയും ക്രിസ്തുവിങ്കിലേക്ക് ആനയിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതം ഞങ്ങളോടൊപ്പം കരുണ തോന്നണമേ. പ്രത്യാശയോടെ ഈ പ്രഭാതയാമത്തിങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല നന്മകളാൽ നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിങ്കിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.